കോമാളി വേഷം കെട്ടി എന്തുമാവുന്നു അതോടൊപ്പം ഫത്വയും കൊടുക്കുന്നു. അവർ ഡാൻസ് കളിക്കുന്നു, ഫത്വയും കൊടുക്കുന്നു. എല്ലാ തെമ്മാടിത്തരത്തിനും നേതൃത്വം നൽകുന്നു, ഫത്വയും കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ നേതൃത്വം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേ താക്കീത് ചെയ്തിട്ടുള്ള. അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസമുണ്ട്, അല്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, സല്ലല്ലാഹ അൽ ഇൽമൻ നാഫിഅ വതഅവദു മിൻഹു മിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകാരപ്രദമായ ഇൽമ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, ഉപകാരമില്ലാത്ത ഇൽമിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടുകയും ചെയ്യുക എന്ന്. എന്തിനാണത്? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ, റസൂലുള്ളാഹി സുബ്ഹിന്റെ ശേഷം ചെയ്യുന്ന ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാല എന്ന ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമ ലഭ്യമാവുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു എന്നും പഠിപ്പിക്കുന്നു. എന്താണ് അതിന്റെ താല്പര്യം? ഇൽമ ഇപ്പോ ഉപകാരമില്ലെങ്കിലും കുറച്ച് കിട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇൽമ സമ്പാദിക്കുകയാണെങ്കിൽ അത് ഫലപ്രദമായ, തനിക്കും സമൂഹത്തിനും നാടിനും ഉപകരിക്കുന്ന ഇൽമായിരിക്കണം. അല്ലാത്ത ഇൽമുണ്ടായാൽ അത് മനുഷ്യനെ അഹങ്കാരിയാക്കും, മനുഷ്യനെ ധിക്കാരിയാക്കും, അത് ഈ സമുദായത്തിന് അപകടമുണ്ടാക്കും, അത് ഈ നാടിന് അപകടമുണ്ടാക്കും, ദീനിന് അപകടമുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ ദജ്ജാലിനെയല്ല നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, അതിനേക്കാൾ ഭയപ്പെടുന്നത് അൽ അഇമ്മത്തുൽ മുളില്ലൂൻ, ഈ ഉപകാരമില്ലാത്ത ഇൽമുള്ള ആളുകളെയാണ്. നാഫി അല്ലാത്ത ഇൽമു കിട്ടിയ ആളുകൾ, മുളില്ലീങ്ങളായ സമൂഹത്തെ അവരുടെ ആ ഇൽമു വെച്ചുകൊണ്ട്, ആ ഉപകാരമില്ലാത്ത ഇൽമു വെച്ചുകൊണ്ട് സമൂഹത്തെ വഴിപിഴപ്പിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുന്നതാണ് ദജ്ജാലിനേക്കാൾ ഈ ഉമ്മത്തിന് അപകടകരമായി തീരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം ഇൽമ് നാഫിയാവണം, ഫലപ്രദമായിരിക്കണം. നാഫിയായ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അത് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തെ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടിനെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കും എന്നാണ്. അതിനനുസരിച്ചുള്ള സ്വഭാവ രീതി അവന്റെ ബാഹ്യമായ ജീവിതത്തിൽ കാണിച്ചു തരും എന്നാണ്. ഇൽമു നാഫിആവും തോറും അവന്റെ സ്വഭാവ രീതി, അവന്റെ ഭയപ്പാട്, അവന്റെ ഖുശൂഅ് അതൊക്കെ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുമെന്ന്. കൂടുതൽ കൂടുതൽ തമ്മാടിത്തത്തിലേക്കും കോമാളി വേഷത്തിലേക്കും പോകുന്നവരല്ല നാഫിയായ ഇൽമിന്റെ അഹ്ലുകാര്. നാഫിയായ ഇൽമിന്റെ അഹ്ലുകാരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വഖാറ് കാണും, സംത്ത് കാണും, ഒരു പ്രത്യേകമായ ഒരു ഭയഭക്തിയുടെ ആ ഒരു അടയാളങ്ങൾ അവരുടെ നടപ്പിലും ഇരിപ്പിലുമൊക്കെ കാണാൻ കഴിയുമെന്ന് മഹാന്മാരായ അയിമ്മത്ത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നാഫിയായ ഇൽമു ഉണ്ടാവുക. അതില്ലാത്തത് പിന്നീട് കോമാളി വേഷം കെട്ടി എന്തുമാവുന്നു അതോടൊപ്പം ഫത്വയും കൊടുക്കുന്നു. അവർ ഡാൻസ് കളിക്കുന്നു, ഫത്വയും കൊടുക്കുന്നു. എല്ലാ തെമ്മാടിത്തരത്തിനും നേതൃത്വം നൽകുന്നു, ഫത്വയും കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ നേതൃത്വം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നേ താക്കീത് ചെയ്തിട്ടുള്ള ആ ഒരു അപകടത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ മഹാന്മാരായ അയിമ്മത്ത്, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മ എനിക്ക് ഇൽമു പഠിക്കാനുള്ള ഒരു താല്പര്യം കണ്ടപ്പോൾ എന്റെ ഉമ്മ എന്നെ കുളിപ്പിച്ചു തന്നു. എന്നിട്ട് എനിക്ക് തലയെക്കെട്ട് കെട്ടി തന്നു, എനിക്ക് പണ്ഡിതന്മാരുടെ വേഷം ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബി ഇലാ റബീഅ, അന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ റബീഅത്തുർ റഈ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അരികിൽ നീ പോണം മോനെ. എന്നിട്ട് വതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി,
അദ്ദേഹത്തിന്റെ ഇൽമ പഠിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് അദബ് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ഉമ്മ എന്നെ റബീഅത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളടക്കമുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ അദബ് റബീഅത്തിൽ നിന്ന് ചെറുപ്പത്തിൽ പഠിച്ച ആ അദബ് മരണം വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിരുന്നു. മദീനയുടെ മണ്ണിൽ ചെരുപ്പിട്ട് നടക്കാൻ ആ മനുഷ്യൻ കൂട്ടാക്കിയിരുന്നില്ല. എത്ര കൊടും ചൂടാണെങ്കിലും ശരി, ഹബീബായ റസൂലുള്ള കിടക്കുന്ന മണ്ണിൽ ചെരുപ്പിട്ട് നടക്കാൻ അത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി മദീനയുടെ പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അവസാന കാലഘട്ടത്തിൽ പള്ളിയിലും വരാറുണ്ടായിരുന്നില്ല. മദീനത്തെ പള്ളിയിൽ വരില്ല. മൂപ്പര ദർസ് വീട്ടിലൊതുക്കി, നിസ്കാരമൊക്കെ വീട്ടിലായി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ ജനാസ നിസ്കാരത്തിനോ മരിച്ചോടത്തോ രോഗിയെ സന്ദർശിക്കാനോ ഒന്നും പോകില്ല. ഇതിനൊക്കെ സ്ഥിരമായി പോയിരുന്ന ആള് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവസാനം മരണമാസന്നമായ സമയത്ത് മഹാനവർകൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മൽ ആൻ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കാനുള്ള കാരണം പറയേണ്ട സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പള്ളിയിൽ വരാതിരുന്നത്, അള്ളാന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവിയിലേക്ക് വരാതിരുന്നത് എനിക്ക് അങ്ങോട്ട് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അള്ളാഹു എനിക്കൊരു പരീക്ഷണം തന്നു. ഞാൻ സലസുൽ ബൗൽ കൊണ്ട് മൂത്രവാർച്ച എന്ന് പറയുന്ന അസുഖമുണ്ട് എനിക്ക്. അതുകൊണ്ട് മൂത്രവാർച്ച ഉള്ള ആൾക്ക് ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒളു എടുക്കാൻ സാധ്യമല്ല. ഒരു ലറൂറത്തിന്റെ ഒളു, തൽക്കാലം നിസ്കരിക്കാൻ ആവശ്യമായ വിധത്തിൽ സമയമായതിനു ശേഷം പെട്ടെന്ന് എടുക്കുന്ന ഒരു ഒളു, അതാണ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പൂർണ്ണമായ ശുദ്ധിയിലല്ലാതെ, പൂർണ്ണമായ ശുദ്ധിയോടുകൂടെയല്ലാതെ ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിൽ വരുന്നതിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചു. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ വരാത്തത് എന്ന് പറഞ്ഞു. അതാണ് അദബ് എന്ന് പറയുന്നത്.